ഇനി വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് എസ് ശരൺ കൂടി ചേരുന്നുണ്ട്. ശരൺ, രൂക്ഷമായ വെള്ളക്കെട്ടിലാണ് ഇപ്പോൾ കൊച്ചി നഗരമുള്ളത്. ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വരും മണിക്കൂറുകളിൽ കനത്ത മഴ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് തന്നെ എന്താണ് കൊച്ചിയിലെ സ്ഥിതി? രേഷ്മ, കൊച്ചിയിൽ സംഭവിച്ചത് ലഘു മേഘ വിസ്ഫോടനം എന്നുള്ളൊരു കണക്കൂട്ടലിലേക്കാണ് കുസാറ്റിലെ ശാസ്ത്രജ്ഞർ എത്തിയിരിക്കുന്നത്. രാവിലെ 8 മണിയോട് കൂടിയാണ് ഈ മഴ ആരംഭിക്കുന്നത്. അതിനുശേഷം പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് തകർത്ത് പെയ്യുന്ന മഴയാണ്. ഏകദേശം ഒരു 3-4 മണിക്കൂർ കൊണ്ട് തന്നെ ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നത്. എന്തായാലും ഞാൻ നിൽക്കുന്നത് വാഴക്കാലയിലാണ്, കാക്കനാട് സമീപമുള്ള വാഴക്കാലയിലാണ്. ഇവിടുത്തെ ഏകദേശം 30ഓളം വീടുകൾ ആണ് ഇവിടെ ഉള്ളത്. ഈ 30ഓളം വീടുകളിലും വെള്ളം കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. ഭൂരിഭാഗം ഭൂരിഭാഗം വീടുകളുടെയും അകത്തേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ തന്നെ നശിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ മുട്ടറ്റം വെള്ളമാണ് ഇവിടെ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവിടെ നിന്ന് മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് വരാൻ കഴിഞ്ഞിരുന്നത്. എന്തായാലും വാഹനങ്ങൾക്കൊന്നും തന്നെ കടന്നു പോകാൻ കഴിയാത്തതിൽ ഇവിടെ വലിയ രീതിയിൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഒരു വീട്ടിലേക്ക് തന്നെ നമുക്ക് കയറി സാഹചര്യം പരിശോധിക്കാം. ഇവിടെയുള്ള ആളുകൾ, നമ്മൾ നേരത്തെ എത്തുന്ന സമയത്ത് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നത് ഏകദേശം ഇത്ര പൊക്കത്തിന് വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഈ വെള്ളം ഈ കനത്ത മഴയ്ക്ക് ശമനമുണ്ടാവുകയും അങ്ങനെ വെള്ളക്കെട്ട് ഒഴിയുന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവർ ഇവിടെ നിന്ന് വെള്ളം കോരി പുറത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചത്? രാവിലെ മഴ ഭയങ്കരമായിട്ട് കൂടുതലായി കഴിഞ്ഞപ്പോഴേക്കും ഉറങ്ങുമായിരുന്നു. എണീറ്റ് നോക്കിയപ്പം ഈ സൈഡിൽ നിന്ന് ആ സൈഡിൽ നിന്ന് വെള്ളം ഉള്ളിലേക്ക് വരാൻ തുടങ്ങി. പുറത്ത് ഫുള്ളും വെള്ളം കെട്ടിയതിന് ഡ്രെയിനേജ് പോകാത്തതുകൊണ്ടാണ് വെള്ളം ഈ ഹൈറ്റ് വരെ ഉണ്ട്. പൊങ്ങി തുടങ്ങിയായിരുന്നു. ഞങ്ങൾ കുറെ നേരമായിട്ട് ഒരു 1.5 മണിക്കൂറായിട്ട് വെള്ളം കളഞ്ഞോണ്ടിരിക്കുക. എടുത്ത് 1.5 മണിക്കൂറായിട്ട് വെള്ളം കളഞ്ഞിട്ടും എത്ര നേരം ഇങ്ങനെ എടുത്ത് കളഞ്ഞോണ്ടിരിക്കാണ്. കുറെ നേരമായി കളയാൻ തുടങ്ങി. എന്നിട്ട് ഇത്ര വെള്ളമുണ്ട്. അപ്പൊ എത്ര ഉണ്ടായിരുന്നു അറിയാലോ. മുമ്പ് എപ്പോഴെങ്കിലും ഇത്തരത്തിൽ ഇതുപോലെ ആയിട്ടില്ല. ഈ 38 കൊല്ലം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇന്നുവരെ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല. ഇപ്പോൾ ഇത് ആദ്യമായിട്ട് വന്നത് ഇങ്ങനെ വെള്ളം കയറുന്നത്. ചെറുതായിട്ട് എന്തെങ്കിലും വരുള്ളൂ. അപ്പം മിണ്ടാറ് ഇപ്പോൾ രക്ഷയില്ലാതിരിക്കലാണ്. ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ലീക്കായി, മറ്റേ അദാനി കേസും ലീക്കായി, അത് കത്തിക്കാൻ പേടി, ഇങ്ങനെയൊക്കെ സംഭവം നടക്കണം. എന്ത് ചെയ്യാനോ നിങ്ങൾ തന്നെ. ഫ്രിഡ്ജ് അടിച്ചുപോയി. പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചുള്ളൂ. ഒരു 6 മാസം കൂടി ആയില്ല, കത്തിപ്പോയി. സ്പീക്കർ സെറ്റൊക്കെ അടിച്ചു പോയി. ഞങ്ങൾ ഓർത്തില്ലല്ലോ. രാത്രി ഉറക്കത്തിലുണ്ടായിരുന്നു. രാവിലെ എണീക്കും 8 മണി കഴിഞ്ഞാൽ തുടങ്ങിയത് വെള്ളം. പുറത്താണ് വന്ന് മാക്സിമം വെള്ളം. ആ ബാക്കും ഫ്രണ്ടും ഇങ്ങനെ ഒന്നിച്ച് ഒറ്റയടിക്ക് ഇങ്ങനെ പൊങ്ങി. പിള്ളേരൊക്കെ ഇവിടെ ഞങ്ങൾ റൂം എടുത്തു ഇവിടെ അടുത്തായിട്ട് കിടക്കാൻ വേണ്ടി. രക്ഷയില്ലല്ലോ, രാത്രി വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അതോർത്ത് അങ്ങനെ സംഭവം. ഇവിടെ നടക്കാൻ പറ്റാത്ത വിധത്തിൽ തന്നെ വെള്ളം ഉണ്ടായിരുന്നു. അകത്തേക്ക് കയറാൻ പറ്റില്ല. ഡോർ കയറി ഉള്ളിൽ എങ്ങനെ വരണമോ, ഒരു മുട്ടുകാൽ വരെ വരണുണ്ട്. അപ്പം എത്ര ഹൈറ്റ് നോക്കുക, 2 അടി ഹൈറ്റിലെ വെള്ളം കയറിയിട്ടുണ്ട്. 2 അടിയിൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പറയാം. ഇത്ര കൊല്ലങ്ങളായിട്ട് നമുക്ക് ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല. ആദ്യമായിട്ട് ഇങ്ങനെ വന്നാണ് ഇത്. ഇതാണ് സാറേ നടക്കുന്ന കാര്യം. ഇതെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം. ഈ സാധനങ്ങളൊക്കെ എന്താ ഇപ്പോൾ മാറ്റിയാണ് എല്ലാം ഇത് അടിച്ചു പോയി, DVD അടിച്ചു പോയി. അത് അവിടെ മാറ്റിയിട്ടുണ്ട്. ഈ റൂമിൽ നോക്കൂ. രേഷ്മ, നമ്മൾ കാണുന്ന ഈ വീട്ടിൽ തന്നെ ഒരു മുറിയിലെ സാഹചര്യമാണ്. അദ്ദേഹം പതുക്കെ ശ്രദ്ധിച്ചു. അദ്ദേഹം തെന്നി വീഴുന്ന സാഹചര്യം പോലും ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. സൂക്ഷിച്ചു. രേഷ്മ, ഇവിടേക്ക് മൊത്തം തന്നെ വെള്ളം കയറി. ഇത് ഇവിടെ വരെ ഉണ്ടായിരുന്നു. അൽമാരിന്റെ അകത്തൊക്കെ വെള്ളമാണ്. ഇനി ഇതിനകത്ത് എന്തായാലും സംഭവം അറിയില്ല. തുറന്നാൽ കംപ്ലീറ്റ് വെള്ളം വരും. താക്കോൽ തുറന്നിട്ട് ബാത്റൂം നോക്കൂ. അങ്ങോട്ട് പോകണം. ഇതൊരു താഴ്ന്ന പ്രദേശമല്ല, എങ്കിൽ പോലും വെള്ളം നല്ല പൊക്കത്തല്ല. ഞാൻ ആദ്യം ഞങ്ങളുടെ വീടും അപ്പുറത്തെ വീട് ഇപ്പുറത്തെ വീട് ഒന്നുള്ളൂ. ഒരു 40 കൊല്ലത്ത് മുമ്പ്. ഈ 40 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ തുടങ്ങിയത്. ഇതിനു മുമ്പ് ഒന്നും ഇത്ര ഒന്നുമില്ല കാര്യമായിട്ട്. അടുത്ത കാലത്തെങ്ങും കൊച്ചി ഇത്രയും ഒരു കനത്ത മഴ കണ്ടിട്ടില്ല. ചെറിയ സമയത്തിനുള്ളിൽ മഴയുടെ അളവ് വലുതായിരുന്നു. ലഘു മേഘ വിസ്ഫോടനം എന്നാണ് കൊച്ചിയിലെ മഴയെ വിലയിരുത്തുന്നത്. പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്.